പറഞ്ഞോ എനിക്കതാ. ഒരു കാട്ടിൽ ഒരു ചെറിയ കാട്ടിൽ ഒരു ഉറുമ്പും ഒരു പുൽച്ചാടിയും ഉണ്ടായിരുന്നു. ഉറുമ്പ് അധ്വാനശീലനായിരുന്നു. പുൽച്ചാടി മഹാഅൽത്തനും. വസന്തകാലത്ത് പൂക്കൾ വിടർന്നിരിക്കുകയും ഇളം കാറ്റ് വീശുകയും ചെയ്ത് ആ കാലത്ത് ഉറുമ്പ് വരാനിരിക്കുന്ന പന്നമാസത്തെ മുന്നിൽ കണ്ട് ധാന്യങ്ങളും മറ്റു ഭക്ഷണശാലകളും ശേഖരിക്കാൻ തുടങ്ങി. അല്പം ദൂരെ നിന്ന് പോലും നമ്മൾക്കാൾ 10 മടങ്ങ് ഭാരമുള്ള ആഹാര പദാർത്ഥങ്ങൾ പോലും പാവ ഉറുമ്പ് ചുമന്നുകൊണ്ടുവന്ന് തല കൂടിന്റെ അകത്ത് ശേഖരിച്ചു വെച്ചു. ഇതേ സമയം അലസനായി പുൽച്ചാടി പാട്ടും പാടി നടന്ന് സമയമെല്ലാം പാഴാക്കി. അവൻ അധ്വാനിയായ ഉറുമ്പിനെ പരിരസിച്ചിരുന്നു. തിന്നും കുടിച്ച് ആസ്വദിക്കേണ്ട സമയം വെറുതെ ചമ പാഴാക്കും. ഇങ്ങനെ പറഞ്ഞു. ഉറുമ്പ് പുൽച്ചാടിയുടെ പസിയൊന്നും വകവെച്ചില്ല. മറിച്ച് അവനോട് വരാനിരിക്കുന്ന ക്ഷാമകാലത്തെ ഭക്ഷ്യക്ഷാമത്തെ പട്ടിയും അതുവേണ്ട മുണ്ടകളെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പുൽച്ചാടി അതൊന്നും എത്തിച്ചില്ല. ദിവസങ്ങൾ കടന്നുപോയി. വസന്തകാലം മെല്ലെ മാറി ക്ഷാമകാലം വന്നെത്തി. ക്ഷണത്തിലും ഭക്ഷണത്തിലും ക്ഷാമമായി. പല ജീവികളും ഭക്ഷണം അന്വേഷിച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. ഉറുമ്പ് ശേഖരിച്ചു വെച്ച് ധാന്യങ്ങളും മറ്റും കുറേശ്ശെയായി എടുത്തു ഭക്ഷിച്ച് വിഷുപടക്കി. ഉറുമ്പിന് ഒരനർത്ഥത്തിൽ പറഞ്ഞ് പന്നമാസം വിശ്രമത്തിന് നാളുകൾ കൂടിയായി. അതേസമയം വസന്തകാല തടസ്സനായി തുള്ളിച്ചാടി നടന്ന പുൽച്ചാടിക്ക് ഭക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ടായി. അതുമൊക്കെ പിടിച്ചിരുന്നെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞതോടെ അവൻ ഭക്ഷണം കിട്ടാതെ അവശനായി. ഈ സമയം ഉറുമ്പ് മുമ്പ് തന്നോട് പറഞ്ഞൊക്കെ അവൻ ഓർത്തു. എന്തായാലും ക്ഷമിഷമായ ആഹാരമൊക്കെ കിട്ടിയപ്പോൾ ശോചിച്ചു വിട്ടെങ്കിൽ എന്നെ കഷ്ടപ്പെടാതെ ജീവിക്കുമായിരുന്നു. ദിവസങ്ങൾക്കകം പുൽച്ചാടി പട്ടിണിയിടന്ന് ചത്തുപോയി. ഒരുപാട് ഇടപാടുകളുള്ള ഒരു ചെറിയ കഥയും പഴഞ്ചൊല്ലുമാണിത്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്. അന്നു പഠിക്കാനുള്ളത് അന്നു തന്നെ പഠിച്ചാൽ പരീക്ഷ കാലമാകുമ്പോൾ ബുദ്ധിമുട്ടാവില്ല. കൈയടിക്കൂ. അത് പിന്നെ ഇപ്പോൾ അല്പം പരിശ്രമിച്ചാൽ ഭാവിയിൽ ജീവിതം ചൊരിച്ചതുമായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൂപ്പനൊരു കൈ കൊടുത്തേ. അപ്പൂപ്പനൊരു കൈ കൊടുത്തേ. അച്ഛനമ്മയും പഠിക്കാൻ നിർബന്ധിപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അത് നമ്മുടെ ഭാവി ജീവിതം ചൊരിച്ചതും സന്തോഷവുമാക്കാൻ വേണ്ടിയാണ്. സമ്പത്ത് കാലത്ത് കൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കൈപ്പത്ത് തിന്നാം എന്ന ജോലി അർത്ഥവും ആശയവും മനസ്സിലായില്ലേ കുഞ്ഞുങ്ങളെ? മനസ്സിലായി കുഞ്ഞുങ്ങളെ.